ഫോറിയർ സീരീസ് പഠിച്ചായിരുന്നു. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ ആണെങ്കിൽ നമ്മൾ ഫോറിയർ സീരീസ് കാണുന്നതിനകത്തുള്ള കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എ റിയൽ ഫംഗ്ഷൻ y equal to f of x is even if f of minus x equal to f of x for all x in its domain. അതായത് ഒരു ഫംഗ്ഷൻ ഈവൻ ആകുന്നത് എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ആകുമ്പോൾ. എക്സാമ്പിളായിട്ട് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു കോസ് എക്സ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് നോക്കിയാൽ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതും എക്സ് സ്ക്വയർ തന്നെയാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ആണ്. സോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ കോസ് എക്സും കോസ് എക്സിൻ്റെ വാല്യൂ കോസ് മൈനസ് എക്സിൻ്റെ വാല്യൂ സെയിം ആണ്. സോ കോസ് എക്സും ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇനി ഓഡ് ഫംഗ്ഷൻ. ആൻഡ് എ റിയൽ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഇഫ് f of minus x equal to minus of f of x for all x in its domain. അതായത് അതിന് എക്സാമ്പിളായിട്ട് y equal to x, y equal to sin x, y equal to എക്സിൻ്റെ ഓഡ് ഓർഡർ പവേഴ്സ് എല്ലാം എന്താണ്? ഓഡ് ഫങ്ഷൻസ് ആണ്. y equal to x നോക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്, എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ആണ്. സോ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇൻ്റഗ്രലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പറയുന്ന നോട്ട് കിട്ടും. നോട്ടിൽ പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to L f of x dx if f is an even function and it is equal to 0 if f is an odd function. അത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നമുക്ക് ഈ ഫോമുല കിട്ടും. എക്സിന് പകരം എഫ് ഈവൻ ഫംഗ്ഷൻ ആകുന്ന കേസിൽ എക്സിന് മൈനസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടിക്കോളും. അതുപോലെ ഫ്രം ദിസ് പ്രോപ്പർട്ടി we can avoid some unnecessary work in determining Fourier coefficients of a function which is even or odd. ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി ഇൻ്റഗ്രൽ ഓഫ് ഫ്രം മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഫോർ ആൻ ഈവൻ ഫംഗ്ഷൻ. അതുപോലെ ഫോർ ആൻ ഓഡ് ഫംഗ്ഷൻ ദാറ്റ് ഇൻ്റഗ്രൽ ഈക്വൽ ടു 0. സോ നമുക്ക് ഈ രണ്ട് റിസൾട്ട് നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ കോഎഫിഷ്യൻസ് കാണാനുള്ള ഓയിലർ ഫോമുലയ്ക്കകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് അടുത്ത തിയറമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഫോറിയർ സീരീസ് ഫോർ എ ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2L അതെന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഫംഗ്ഷൻ f of x of period p equal to 2L has a Fourier series, we have the series is f of x equal to a naught plus summation n equal to 1 to infinity an cos n pi by l x plus bn sin n pi by l x. With the Fourier coefficients of f of x is given by Euler formulas a naught equal to 1 by 2L integral minus L to L f of x dx, an equal to 1 by L integral minus L to L f of x cos n pi by L x dx, where n equal to 1 to etc. and bn equal to 1 by L integral minus L to L f of x sin n pi x by L dx, where n equal to 1 to etc. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഫോറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോസ് ഫംഗ്ഷൻ്റെയും സൈൻ ഫംഗ്ഷൻ്റെയും ഒരു സീരീസ് ആയിട്ട് എഴുതുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ കോസിൻ്റെയും സൈൻ്റെയും ടേംസിലുള്ള ഒരു സീരീസ് ആയിട്ട് എഴുതുന്നതാണ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ നമ്മളുള്ള ഓയിലർ ഫോമുല ഉണ്ടെന്ന് പറഞ്ഞു. അത്
പീരീഡ് എൽ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഓയിലർ ഫോമിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ നോട്ട് എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേമാണ്. എ എൻ എന്ന് പറയുന്നത് കോസ് എൻ ബൈ എക്സ് ബൈ എല്ലിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അതുപോലെ ബി എൻ എന്ന് പറയുന്നത് സൈൻ എൻ ബൈ എക്സ് ബൈ എല്ലിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഇനി ഇതേ ഫോമുല നമുക്ക് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനുമായിട്ട് മാറ്റി എഴുതാം. അതാണ് നെക്സ്റ്റ് തിയറം പറയുന്നത്. നൗ ദ ഫോളോവിങ് തിയറം മേക്സ് ദ കാൽക്കുലേഷൻ ഓഫ് ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ് സിംപ്ലർ. തിയറം 1 ഫൊറിയർ കൊസൈൻ സീരീസ് ആൻഡ് ഫൊറിയർ സൈൻ സീരീസ്. അതതിനെ വിളിക്കുന്ന പേരാണ്. അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ദ ഫൊറിയർ സീരീസ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് പീരിയഡ് 2l ഈസ് എ ഫൊറിയർ കൊസൈൻ സീരീസ്. അതായത് ഒരു ഫൊറിയർ സീരീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് ഒരു ഫൊറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും. കാരണം അതിൻ്റെ ഫൊറിയർ സീരീസിനകത്ത് കോസിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ, സൈൻ്റെ ടേംസ് വരില്ല. കാരണം അവിടുത്തെ ബി എൻ എല്ലാം 0 ആയിരിക്കും. അതായത് സൈനിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന ഫൊറിയർ സീരീസ് ഒരു കോസൈൻ സീരീസ് ആയിരിക്കും, ഫൊറിയർ കൊസൈൻ സീരീസ്. പീരീഡ് 2l ആയിട്ടുള്ള ഒരു ഈവൻ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഫൊറിയർ കൊസൈൻ സീരീസാണ്. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ജസ്റ്റ് അവിടുത്തെ ബി എന്നിൻ്റെ ടേംസ് ഇല്ല എന്നേ ഉള്ളൂ. ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നുള്ള ടേംസ് അവിടെ വരില്ല. കാരണം അവിടെ ബി എൻ 0 ആണ്. എഫ് ഒരു ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 കിട്ടും. കാരണം ബി എന്നിൻ്റെ ഇൻ്റഗ്രൽ നോക്കുക. ബി എൻ ഈക്വൽ ടു 1/l ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈവൻ ഫംഗ്ഷൻ, സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനുമാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഓഡ് ഫംഗ്ഷനാണ് വരിക. അപ്പോൾ ഇൻ്റഗ്രലിനകത്ത് ഒരു ഓഡ് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ മുമ്പത്തെ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ബി എൻ ഈക്വൽ 0 ആയി പോകും. പക്ഷേ എ എൻ ആണെങ്കിൽ എ എൻ നോക്കുക. എ എന്നിനകത്ത് എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ, കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ കോസ് എക്സും കോസ് എൻ ബൈ എക്സ് ബൈ എല്ലും ഒരു ഈവൻ ഫംഗ്ഷൻ ആവും. ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ഈവൻ ആവുമ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ -l to l എന്ന് പറയുന്നതിന് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എന്ന് നമുക്ക് മാറ്റി എഴുതാം. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നോക്കുക, ഇവിടെ എ എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതുപോലെ ബി എൻ എല്ലാം ഇവിടെ 0 ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഫൊറിയർ സീരീസിൽ ബി എന്നിൻ്റെ ടേംസ് ഇല്ലാത്തത്. എ എന്നും കോസിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അതുപോലെ എ നോട്ടിൻ്റെ ഫോമുലയും നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ച് മാറ്റി എഴുതി. 1/2l ഇൻ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരുന്നു. എഫ് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഇതിന് നമുക്ക് ഈ ഇൻ്റഗ്രലിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ആ 2ഉം ഇവിടെയുള്ള 2ഉം കൂടെ ഡിവൈഡ് ചെയ്ത് പോയി. പിന്നെ 1/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ ആവും വിത്ത് പീരീഡ് 2l ആവുമ്പോൾ ഉള്ള അതിൻ്റെ ഫൊറിയർ സീരീസാണ്. ഇതിനകത്ത് കോസിൻ ടേംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ ഫൊറിയർ കൊസൈൻ സീരീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഫൊറിയർ കൊസൈൻ സീരീസ് ഒരു ഈവൻ ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2lൻ്റെ ഫൊറിയർ സീരീസിനെ വിളിക്കുന്ന പേരാണ്. ദ ഫൊറിയർ സീരീസ് ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഫ് പീരീഡ് 2l ഈസ് എ ഫൊറിയർ സൈൻ സീരീസ്. അതായത് ഓഡ് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് ഒരു ഫൊറിയർ സൈൻ സീരീസ് ആയിരിക്കും. അതിനകത്ത് സൈൻ്റെ ടേംസ് മാത്രമേ വരുള്ളൂ. കോസിൻ്റെ ടേംസും കോൺസ്റ്റൻറ്റ് ടേമും ഉണ്ടാവില്ല. അതും എന്തുകൊണ്ട് തന്നെയാണ്? നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഇൻ്റഗ്രലിനകത്ത് വരുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇൻ്റഗ്രൽ 0 ആകും. അതുപോലെ ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രലിനെ നമുക്ക് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എന്ന് മാറ്റി എഴുതാൻ പറ്റും. അത് തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളത്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n = 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് വരുള്ളൂ. ഇവിടുത്തെ എ എന്നുകളും എ നോട്ടും 0 ആണ്. കാരണം എ നോട്ടിൻ്റെ ഓയിലർ ഫോമുലയിൽ എ നോട്ടിൻ്റെ ഇൻ്റഗ്രലിൽ വരുന്നത് എഫ് ഓഫ് എക്സ് എന്നുള്ള ടേം മാത്രമാണ്. എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ എ എൻ കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രലിനകത്ത് വരുന്നത് എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ആയിരുന്നു. എഫ് ഓഫ് എക്സ് ഓഡും കോസ് ഈവനും ആയതുകൊണ്ട്
പ്രോഡക്റ്റ് വരുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇൻ്റഗ്രൽ നമുക്ക് 0 ആണെന്ന് കിട്ടും. സോ അങ്ങനെ എ എന്നിനും 0 ആണെന്ന് വരും. അപ്പം ഫൊറിയർ സീരീസിനകത്ത് എ നോട്ടും എ എന്നും 0 ആണ്. സോ ബി എന്നിൻ്റെ ടേംസ് മാത്രം, ബി എൻ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് സൈൻ സീരീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n = 1 to infinity bn sin n pi x by l ആയിരിക്കും ഇവിടുത്തെ ഫൊറിയർ സീരീസ്. സോ എഫ് ഒരു ഓഡ് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2l ആകുമ്പോൾ ഫൊറിയർ സീരീസ് ഒരു ഫൊറിയർ സൈൻ സീരീസ് ആയിരിക്കും. അതിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഫോർമുല ഉണ്ട്. bn = 2/l ഇൻ്റഗ്രൽ 0 to l f of x sin n pi x by l dx. ഓക്കെ, അപ്പം ഫൊറിയർ സീരീസ് ഓഫ് എ ഈവൻ ഫംഗ്ഷന് ഫൊറിയർ സീരീസ് ഓഫ് എ ഓഡ് ഫംഗ്ഷൻ കണ്ടു. ഇനി അത് പീരീഡ് 2l പറയുന്ന കേസിലാണ് നമ്മൾ ജനറലായിട്ടാണ് ഫോർമുല എഴുതിയത്. പീരീഡ് 2l ആണെങ്കിൽ ഉള്ള ഫോർമുലയാണ് നമ്മൾ എഴുതിയത്. അതേസമയം പീരീഡ് 2π ആണെങ്കിൽ എന്താണ്, എല്ലിൻ്റെ സ്ഥാനത്തെല്ലാം പൈ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 2π പീരീഡുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല കിട്ടും. ഇനി അങ്ങനെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2π പീരീഡുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് വെൻ ഫംഗ്ഷൻ ഈവൻ ആകുമ്പോൾ ഫംഗ്ഷൻ ഓഡ് ആകുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർമുല എഴുതിയാൽ മതി. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു റിമാർക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അടുത്ത തിയറം 2 ആണ്. തിയറം 2 പറയുന്നത് സം ഓഫ് ഫങ്ഷൻസ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൊറിയർ കോഎഫിഷ്യൻസ് ഓഫ് എ സം f1 plus f2 are the sums of the corresponding Fourier coefficients of f1 and f2. അതായത് ഒരു ഫംഗ്ഷൻ വേറെ മറ്റ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതാമെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിന് നമുക്ക് f1 f2 അങ്ങനെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ f1ൻ്റെ ഫൊറിയർ സീരീസും f2ൻ്റെ ഫൊറിയർ സീരീസും അറിയാമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസിൻ്റെ കോഎഫിഷ്യൻസ്. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ a0 എന്ന് പറയുന്നത് f1ൻ്റെ a0ഉം f2ൻ്റെ a0ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എഫിൻ്റെ a0. അതുപോലെ കോസിൻ്റെ കോഎഫിഷ്യൻസ്, കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ a1 എന്ന് പറയുന്നത് a1 ഫോർ ദ ഫംഗ്ഷൻ എഫ് ഈസ് ദ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് a1 ഇൻ ദ ഫൊറിയർ സീരീസ് ഓഫ് f1 ആൻഡ് ഫൊറിയർ സീരീസ് ഓഫ് f2. f1ൻ്റെ ഫൊറിയർ സീരീസിനകത്ത് a1ഉം f2ൻ്റെ ഫൊറിയർ സീരീസിനകത്ത് a1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എഫ് എന്ന് പറയുന്ന f1 + f2 എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസിനെ a1. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് ഫൊറിയർ കോഎഫിഷ്യൻസ് f1 ആൻഡ് f2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് f = f1 + f2ൻ്റെ ഫൊറിയർ കോഎഫിഷ്യൻസ് കിട്ടും. The Fourier coefficients of CF are C times the corresponding Fourier coefficients of F. അതായത് CF അതായത് ഫംഗ്ഷൻ ഇൻറ്റു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എ ഫംഗ്ഷൻ. അതിൻ്റെ ഫൊറിയർ സീരീസ് കാണാൻ എന്ത് ചെയ്താൽ മതി, എഫിൻ്റെ ഫൊറിയർ സീരീസ് അറിയാമെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. എഫിൻ്റെ ഫൊറിയർ സീരീസിലെ കോഎഫിഷ്യൻസിനെ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ CFൻ്റെ ഫൊറിയർ സീരീസിൻ്റെ കോഎഫിഷ്യൻസ് കിട്ടും. അടുത്തതായി ഒരു പ്രോബ്ലമാണ്, നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഫോർ mod x ഇൻ -π cosed interval -π and deduce that 1 + 1/3² plus 1/5² plus etc. = π²/8. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ f(x) = mod x ആണ്. mod xൻ്റെ പ്രത്യേകത എന്താണ്, mod x = x when x greater than 0 - x when x less than 0 ആണ്. ഇവിടെ ഇൻ്റർവെൽ -π to π ആണ്. അപ്പം x when 0 less than x less than π - x when -π less than x less than 0 അങ്ങനെ എഴുതാം. ഇത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം എന്താണ്, f(x) = f of -x ആണ്. is an even function of x and hence the corresponding Fourier series is a
ഫോറിയർ കൊസൈൻ സീരീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈവൻ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ഒരു ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും. ഇവിടെ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് b മൈനസ് എ. ഓക്കെ, ഇവിടെ പൈ മൈനസ് പൈ ഈക്വൽ ടു 2π ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് 2π. നമുക്ക് ഫോറിയർ കൊസൈൻ സീരീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ bnകളെല്ലാം 0 ആണ്. സോ ഇതിൻ്റെ ആകെ an-കളും a0 മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഫോമിൽ നമുക്കുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഫോറിയർ കൊസൈൻ സീരീസ് ബിക്കം f of x equal to a0 plus summation n equal to 1 to infinity an cos nx, where a0 equal to 1 by pi integral 0 to pi f of x dx and an equal to 2 by pi integral 0 to pi f of x cos nx dx. അതായത് എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ പൈ കൊടുത്തുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പീരീഡ് 2π ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഇനി അടുത്ത് a0ൻ്റെ ഫോമുല എടുത്തെഴുതി. a0 = 1 by pi ഇൻ്റഗ്രൽ 0 to pi f of x dx. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, f of xന് പകരം mod x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 by pi ഇൻ്റഗ്രൽ 0 to pi mod x dx. ഇൻ്റഗ്രൽ ഫ്രം 0 to pi ആണ്, അല്ലേ, വേരിയേഷൻ ഫ്രം 0 to pi ആണ്. 0 to piയിൽ mod xൻ്റെ വാല്യൂ x ആണ്. സോ നമ്മുടെ ഇൻ്റഗ്രലിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 1 by pi ഇൻ്റഗ്രൽ 0 to pi x dx എന്ന് എഴുതാം. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് എക്സ് x²/2 ആണ്. സോ x²/2 റേഞ്ചസ് ഫ്രം 0 to pi ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് π² മൈനസ് 0² എന്ന് വരും. 1/2π. ഇനി ഡിനോമിനേറ്ററിലെ 2 നമ്മൾ പൈയുടെ കൂടെ എഴുതി. 1/2π π² മൈനസ് 0 ഈക്വൽ ടു π/2. ഓക്കെ, ഇനി an. അപ്പോൾ നമുക്ക് a0 π/2 കിട്ടി. ഇനി an സെയിം ഫോമുലയുണ്ട്. 2 by pi ഇൻ്റഗ്രൽ 0 to pi f of x cos nx dx ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ 0 to pi mod x cos nx dx. ഇവിടെ നമുക്ക് അറിയാം വേരിയേഷൻ 0 to pi തന്നെയാണ്. സോ mod xൻ്റെ വാല്യൂ x തന്നെയാണ്. സോ നമുക്ക് അവിടെ x എന്ന് കൊടുക്കാം. ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ 0 to pi x cos nx dx. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് 2 ഫങ്ഷൻസ് ആണ്, പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ആണ്. എക്സ് കോസ് എൻ എക്സ് 2 എക്സിലുള്ള ഫങ്ഷൻസ് ആണ്. സോ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രോഡക്ട്സ് വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് അതെന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ആ ഫോമുലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 by pi എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ കോസ് എൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ. അത് റേഞ്ചസ് ഫ്രം 0 to pi. ഇനി അവിടെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ റേഞ്ച് കൊടുക്കാം. 0 to pi എന്നുള്ള റേഞ്ച് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇനി ഇൻ്റഗ്രൽ അടുത്ത മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. അവിടെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് കൊടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റഗ്രൽ കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. സോ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് നമ്മൾ കൊടുക്കുന്നില്ല. ഇൻ്റഗ്രലിനകത്താണ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. മൈനസ് ഇൻ്റഗ്രൽ 0 to pi ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് അഗെയിൻ സൈൻ എൻ എക്സ് ബൈ എൻ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി 2 by pi എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ 0 to pi മൈനസ് ഇൻ്റഗ്രൽ 0 to pi സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇനി നമ്മൾ ഫസ്റ്റ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ നമുക്ക് റേഞ്ചസ് നമ്മൾ അപ്ലൈ ചെയ്തു. 2 by pi 1 by n, 1 by n കോമൺ ആയിട്ട് വെളിയിലെടുത്ത് വെച്ചു. എക്സ് സൈൻ എൻ എക്സിന് 0 to pi വേരിയേഷൻ, എക്സിന് പൈ കൊടുക്കുമ്പോൾ പൈ സൈൻ എൻ പൈ മൈനസ് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ 0 എന്നാണ് വരുന്നത്. 0 അതിന് 0 എന്നേ എഴുതിയിട്ടുള്ളൂ. മൈനസ് ഇവിടെ ഇൻ്റഗ്രലിനകത്തൊരു 1 by n ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഞാൻ പുറത്ത് വെച്ചു. മൈനസ് 1 by n പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ, സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. സോ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ വേരീസ് ഫ്രം 0 to pi. ഓക്കെ, ഇനി അത് നമ്മളെല്ലാം വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 by pi 1 by n ഇൻറ്റു ഇവിടെ പൈ സൈൻ എൻ പൈ ആയിരുന്നു. സൈനിൻ്റെ പൈ മൾട്ടിപ്പിൾസ്, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ എല്ലാം
നമുക്ക് 0 ആണ് കിട്ടുക. സോ ആ ഫസ്റ്റ് ടേം ഫുള്ള് 0 ആയിപ്പോയി. പിന്നെ സെക്കൻഡ് ടൈമിൽ 2 മൈനസ് പ്ലസ് ആയിപ്പോയി. പിന്നെ 1/n² ഇൻറ്റു cos nπ മൈനസ് cos 0 എന്ന് വരും. ഇനി cos nπയുടെ വാല്യൂസ് ഓൾട്ടർനേറ്റിംഗ് -1 +1 അങ്ങനെ വരുവാണ്. അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. n ഓഡ് ആവുന്ന കേസിലൊക്കെ -1ഉം n ഈവൻ ആവുന്ന കേസിലൊക്കെ cos nπയ്ക്ക് +1ഉം ആണ് വാല്യൂസ്. സോ നമുക്കിവിടെ എന്തെഴുതാം? cos nπയ്ക്ക് പകരം -1n എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/π 1/n² -1n മൈനസ് cos 0 1 ആണ്, -1. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 2/πn² ഇൻറ്റു -1n മൈനസ് 1 വേറെ n ഈക്വൽ ടു 1 to etc. അപ്പോൾ നമുക്കിത് ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ, കൊസൈൻ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോറിയർ കൊസൈൻ സീരീസിൻ്റെ ഇക്വേഷൻ, അതിനകത്തേക്ക് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ a0 പ്ലസ് സമ്മേഷൻ n = 1 to infinity an cos nx ഈക്വൽ ടു π/2 പ്ലസ് സമ്മേഷൻ n = 1 to infinity 2/n² π ഇൻറ്റു -1n - 1 cos nx. ആ സീരീസിനെ ഇനി എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് താഴെ പറയുന്ന പോലെ കിട്ടും. അതായത് n = 1, n = 2, n = 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അതായത് π/2 പ്ലസ് n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/1² π ഇൻറ്റു -1n - 1 cos 1x. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2/2² π -n² - 1 cos 2x. n-ന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, n-ന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അടുത്ത n-ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ എക്സെട്ര. അത് നമുക്ക് കിട്ടും. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനിൽ ഇവിടെ -n - 1 -1 ആണ്, -1 -1 അതായത് -2 കിട്ടും. -2 × 2 -4 വന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ പൈ മാത്രം, മുകളിൽ പിന്നെ cos x ഉണ്ടായിരുന്നു, cos x പ്ലസ് 0. ഇത് 0 ആയിപ്പോയി, കാരണം എന്താണ്? -1² 1 ആണ്, 1 - 1 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേം ഫുള്ള് 0 ആയിപ്പോയി. അപ്പം പിന്നെ n-ന് 3 കൊടുത്തപ്പോൾ അവിടെയും എന്ത് തന്നെ വന്നു? ഇവിടെ -2 വരുന്നുണ്ട്, ഇവിടെ 2 ഉണ്ട്, -4 ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ π × 3², ഇവിടെ ന്യൂമറേറ്ററിൽ cos 3x ഉണ്ട്. അതേപോലെ n4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 0 ആയിപ്പോയി. പിന്നെ അടുത്ത n5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ടേം പിന്നെ വരിക. അപ്പോൾ ചുരുക്കി പറയുമ്പോൾ എന്ത് കിട്ടി? ഓഡ് ടേംസൊക്കെ ഉണ്ട്, ഈവൻ ടേംസ് എല്ലാം 0 ആയിപ്പോയി. n ഓഡാവുന്ന ടേംസൊക്കെ ഉണ്ട്, n ഈവൻ ആവുന്ന ടേംസൊക്കെ 0 ആയി പോയിട്ടുണ്ട്. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഫോറിയർ സീരീസ് ഈക്വൽ ടു π/2 മൈനസ് 4/π. 4/π എല്ലാ ടേംസിനും ഉണ്ട്. സോ 4/π കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. 4/π ഇൻറ്റു cos x/1² പ്ലസ് cos 3x/3² പ്ലസ് cos 5x/5² പ്ലസ് എക്സെട്ര. ഇനി നമുക്കറിയാം, ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആ ഫംഗ്ഷനോട് ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിലാണ്. സോ ബൈ കൺവേർജൻസ് തിയറം, since mod x is continuous on -π to π, by convergence theorem we have the above series converges to the function f mod x. സോ ഇവിടെ mod x എന്ന് പറയുന്നത് -π πയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് കൺവേർജൻസ് തിയറം വെച്ച് എന്ത് പറയാം? mod x ഈക്വൽ ടു ദിസ് ഫോറിയർ സീരീസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ mod x ഈസ് ഈക്വലൻ ടു ഫോറിയർ സീരീസ് എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. നമുക്കിവിടെ mod x കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ സീരീസ് കൺവേർജസ് ടു mod x ആണ്. സോ mod x ഈക്വൽ ടു ദിസ് ഫോറിയർ സീരീസ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു ഇത്രയാണ് ഫോറിയർ സീരീസ് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഇനി ഫോറിയർ സീരീസിനകത്ത് നിന്ന് ഒരു സീരീസ് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്രയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ സീരീസിൽ 1/1², 1/3² ഒക്കെ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളതെല്ലാം 1 ആയി മാറണം, അല്ലേ? ന്യൂമറേറ്ററിലുള്ളതൊക്കെ 1 ആയി മാറണം. അങ്ങനെ ആകുമ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ അങ്ങനെ 1 ആകും എന്ന് നോക്കിയാൽ മതി. നമുക്ക് എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം cos 0 ആകും, എല്ലാം 1 ആയി മാറിക്കോളും. സോ നമ്മളിവിടെ
എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ ദ എബോവ് ഇക്വേഷൻ പുട്ടിങ് എക്സ് ഈക്വൽ ടു 0 വി ഗെറ്റ്, ഇവിടെ മോഡ് എക്സ് ആണ്, മോഡ് 0 0 ആണ്, 0 ഈക്വൽ ടു π/2 മൈനസ് 4/π. ഇത് ഞാൻ പറഞ്ഞ പോലെ cos 0 cos 3 × 0 അതും cos 0 എന്ന് വരും. അതെല്ലാം 1 ആയിട്ട് മാറും. cos 0 1 ആണ്. സോ 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² എക്സെട്ര. ഇനി നമുക്ക് എന്ത് കിട്ടും? ഈ സീരീസിൽ നിന്ന് ഈ മൈനസ് 4/π ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് ഈ സീരീസിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്നും π/2 ആദ്യം മറുവശത്ത് കൊണ്ടുപോയി, അപ്പോൾ മൈനസ് π/2 ആയി. ഇനി മൈനസ് 4/π ഇവിടെ മറുവശത്തേക്ക് വരുമ്പോഴേക്കും മൈനസ് π/2 ഇൻറ്റു മൈനസ് π/4 എന്ന് വരും. അതായത് π²/8 എന്ന് കിട്ടും. അത്ര ഒരു പ്രോബ്ലം കൂടെ. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ഇതിനകത്തുനിന്ന്. അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അല്ല ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തേക്കാം. ഫൈൻഡ് ദ Fourier സീരീസ് ഓഫ് എ ഫംഗ്ഷൻ f of x equal to x plus y if minus pi less than x less than pi and f of x plus 2pi equal to f of x. അതായത് ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് പൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. പിന്നെ അതിൻ്റെ റേഞ്ച് -π തൊട്ട് π വരെയാണ്. കൂടാതെ ഇവിടെ തന്നിട്ടുമുണ്ട് f of x plus 2pi equal to f of x എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഫംഗ്ഷൻ്റെ പീരീഡാണ് 2π എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ given f of x plus 2pi equal to f of x so that f has period 2π. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ Fourier സീരീസ് സാധാരണ നമ്മൾ Fourier സീരീസ് കാണുന്നത് പോലെ a0, an, bn ഒക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടും ഇവിടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് പൈ എന്ന ഫോമിൽ ഒരു രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു തിയറം 2 എഴുതിയിട്ടുണ്ടായിരുന്നു. സം ഓഫ് Fourier സീരീസിൻ്റെ കോഎഫിഷ്യൻസ് കാണാൻ ഓരോന്നിൻ്റെയും Fourier കോഎഫിഷ്യൻസ് സം ചെയ്താൽ മതി എന്നൊരു തിയറം നമ്മൾ കണ്ടായിരുന്നു. അതിവിടെ അപ്ലൈ ചെയ്യാം. Here f of x equal to x plus pi. This is of the form f1 of x plus f2 of x, where f1 of x equal to x and f2 of x is equal to pi, where minus pi less than x less than pi. ഇവിടെ എക്സ് പ്ലസ് പൈ എന്ന ഫോമിലാണ് ഫംഗ്ഷൻ ഇരിക്കുന്നത്. അത് f1 of x പ്ലസ് f2 of x എന്ന ഫോമിലാണ്. വേറെ f1 of x equal to x and f2 of x equal to pi. നമുക്ക് ആ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? Fourier coefficients of f നമുക്ക് എങ്ങനെ കിട്ടാം? ബൈ ആഡിങ് കറസ്പോണ്ടിങ് Fourier coefficients ഓഫ് f1 ആൻഡ് f2. സോ ഇവിടെ നോക്കുക, f2 എന്ന് പറയുന്ന ഫംഗ്ഷൻ പൈ എന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ f2ൻ്റെ Fourier സീരീസിനകത്ത് എക്സിൻ്റെ ടേംസ് വരില്ല, എക്സിൻ്റെ ടേംസ് ഇല്ല. പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് മാത്രമാണ്. അതായത് അതിൻ്റെ Fourier സീരീസ് എന്ന് പറയുന്നത് a0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. സോ ചുരുക്കി പറഞ്ഞാൽ f2 of x equal to pi is a constant and has no terms of x, so that the Fourier coefficients of f2 say an and bn are 0 except a0, and a0 is equal to pi തന്നെയാണ്. ഓക്കെ, Fourier സീരീസ് ഓഫ് f2ന് an bn ഒക്കെ 0 ആയിരിക്കും. ആകെ ഉള്ളത് a0 എന്ന് പറയുന്ന ടേം മാത്രമായിരിക്കും. അത് a0 എന്ന് പറയുന്നത് പൈ തന്നെയാണ്. അതുപോലെ f1 of x equal to x എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിന് കോൺസ്റ്റൻറ്റ് ടേം ഇല്ല. സോ അതിന് നമുക്ക് എന്ത് പറയാം? അതിൻ്റെ a0 എന്ന് പറയുന്ന ടേം 0 ആണ്. ആകെ അതിനുള്ളത് a-നും b-നുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് f1 പ്ലസ് f2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് f1ൻ്റെ കോൺസ്റ്റൻറ്റ് ടേമും f2ൻ്റെ Fourier സീരീസിലെ കോൺസ്റ്റൻറ്റ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ f2ൻ്റെ Fourier സീരീസിലെ കോൺസ്റ്റൻറ്റ് ടേം പൈ ആണ്. f1ൻ്റെ കോൺസ്റ്റൻറ്റ് ടേം Fourier സീരീസിലെ കോൺസ്റ്റൻറ്റ് ടേം 0 ആണ്. സോ f1 പ്ലസ് f2 അതായത് നമ്മുടെ ഗിവൺ എഫിൻ്റെ Fourier സീരീസിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് പൈ തന്നെയാണ്. ഓക്കെ, അതായത് ഓൾസോ f1 of x has no constant term, so that the constant term of a0 of f is equal to a0 of f1 and is pi. Also by theorem 2, the Fourier coefficients of f say an and bn are those of f1. അതുപോലെ തന്നെ ബാക്കിയുള്ള കോഎഫിഷ്യൻസ് an-കളും bn-കളും f1ന് f2ന് ഇല്ല. സോ എഫിൻ്റെ Fourier കോഎഫിഷ്യൻസ് an, bn എന്ന് പറയുന്നത്
F1ൻ്റെ ഫോറിയർ കോഎഫിഷ്യൻസ് a n b n തന്നെ ആയിരിക്കും. സോ നമ്മൾ എഫിൻ്റെ ബാക്കിയുള്ള a n b n കണ്ടുപിടിക്കുന്നത് വരെ F1ൻ്റെ a n b n കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ F1 എന്ന് പറയുന്നത് എന്താണ്? F1 of x x എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ നമുക്ക് ഫോറിയർ സീരീസിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം ഇവിടെ ഉണ്ട്. ഓക്കെ, അതായത് അതിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഫോറിയർ സൈൻ സീരീസ് ആയിരിക്കും. F1 of x ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഫോറിയർ സീരീസ് ഒരു ഫോറിയർ സൈൻ സീരീസാണ്. അതിനകത്ത് സൈൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അതായത് a n-കളൊക്കെ 0 ആണ്. പിന്നെ അവിടെ b n മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് b n കണ്ടുപിടിക്കാൻ സിംപ്ലിഫൈഡ് ഫോർമുല ഉണ്ട്. b n ഇവിടെ പീരീഡ് 2π ആണ്. സോ എല്ലിന് പകരം പൈ കൊടുത്ത ഫോർമുലയാണ് നമ്മൾ എടുക്കുന്നത്. b n = 2/π ഇൻ്റഗ്രൽ 0 to π x sin nx dx. f of x പകരം x എന്ന് f1 of x പകരം x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു 2/π. ഇത് പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്, പ്രോഡക്റ്റ് ആയതുകൊണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to π മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് സൈൻ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ തന്നെയാണ്. അത് കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്തു. 2/2/π ഇൻറ്റു 1 മൈനസ് 1/n ഇൻറ്റു പൈ കോസ് n പൈ മൈനസ് 0 പ്ലസ് 1/n സൈൻ എൻ എക്സ് ബൈ എൻ ഫ്രം 0 to π വിച്ച് ഈസ് ഈക്വൽ ടു 2/π മൈനസ് π/n കോസ് n പൈ പ്ലസ് 1/n² സൈൻ n പൈ മൈനസ് സൈൻ 0. സൈൻ n ബൈ സൈൻ 0 അതൊക്കെ 0 ആണ്. പിന്നെ കോസ് n പൈയുടെ വാല്യൂ -1/n ആണ്. n ഓടാകുമ്പോൾ -1ഉം n ഈവൻ ആകുമ്പോൾ 0ഉം 1ഉം. സോ നമുക്ക് b n = -2π/πn ഇൻറ്റു -1/n, അതായത് -2/n ഇൻറ്റു -1/n എന്ന് കിട്ടി. വേറെ n = 1 2 3 എക്സെട്ര. അതിൻ്റെ a n ഒക്കെ 0 ആണ്, b n മാത്രമേ ഉള്ളൂ. സോ ഫോറിയർ സീരീസ് ഓഫ് f എന്ന് പറയുന്നത് ഫോറിയർ സീരീസ് ഓഫ് f1ൻ്റെ കോഎഫിഷ്യൻസും പിന്നെ a0 ആയിട്ട് പൈയും അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a0 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an cos nx പ്ലസ് bn sin nx = പൈ പ്ലസ് സമ്മേഷൻ n = 1 to ∞ an എന്ന് പറയുന്നത് -2/n -1/n sin nx പ്ലസ് bn ആയിട്ട് ഇവിടെ 0 ആണ്. സോ ആ ടേംസ് ഇല്ല. സോ ഫൈനൽ ആൻസർ n-ന് 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ പറയുന്ന പോലെ കിട്ടും. ഈക്വൽ ടു പൈ പ്ലസ് 2 sin x മൈനസ് sin 2x/2 പ്ലസ് sin 3x/3 മൈനസ് sin 4x/4 പ്ലസ് എക്സെട്ര. സോറി, ഒരു മിസ്റ്റേക്ക് ഇവിടെ 2 കോമൺ ആണ് കേട്ടോ. 2 ഇൻറ്റു ഇങ്ങനെ. ഓക്കെ, ഇതിൻ്റെ തന്നെ എക്സസൈസ് പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ടാവും, അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യാനായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം.